എടാ, നിങ്ങൾക്കൊക്കെ ആരാടെ ഈ അഡ്വക്കേറ്റ് പദവി തന്നെ അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? തനിക്ക് ഇത്രയും വിവരമുള്ളൂ? ചിന്തിക്കടോ. നിങ്ങളൊക്കെ വിശ്വസിച്ച് ആരെങ്കിലും ഒരു കേസ് തരുമോ? എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അയാൾ ശ്രീകോവിലിനകത്ത് പുറത്ത് ചെരുപ്പിട്ടുകൊണ്ട് നടന്നു, അകത്ത് എന്തായാലും ചെരുപ്പിട്ടിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഫോട്ടോ നിങ്ങൾ ക്രോപ്പ് ചെയ്ത് വെച്ചൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചിട്ടാണ് ഇവന്മാർ കിടക്കുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻസും കാര്യങ്ങളുമായിട്ടൊക്കെ വരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ തമ്മിലടിപ്പിക്കുന്നതും പിന്നെന്താ വർഗീയത പറഞ്ഞിട്ട് കയറി കളിക്കാൻ നോക്കുന്ന കുറേ ടീംസുകൾ. അപ്പോൾ അതുപോലെ തന്നെ ഈ VK ബൈജുവും ഇതുപോലുള്ളവന്മാരെയൊക്കെ ഒന്നും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അവരെത്ര നോക്കിയാലും നമ്മുടെ നാടിന് വിഷം മാത്രമേ ഇവർ കുത്തിവെക്കത്തുള്ളൂ. ഒരു നന്മയും കിട്ടുക. ഇത് കേരളം മക്കളെ ഗുജറാത്ത് ആക്കാനൊക്കെ നിങ്ങൾ നോക്കണ്ട. നമ്മളെപ്പോലുള്ളവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നടക്കുന്ന കേസ് കേട്ടല്ല. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനി പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരൊക്കെ ഷെയർ ചെയ്യുക. ലവ് യു ഓൾ, ബൈ.